നമസ്കാരം. എക്കണോമിക്സ് ടൈംസ് മലയാളത്തിലേക്ക് സ്വാഗതം. ക്രെഡിറ്റ് കാർഡ് ഉപയോഗിക്കുന്നവർ ഇപ്പോൾ നേരിടുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. നിങ്ങളുടെ ക്രെഡിറ്റ് ലിമിറ്റ് കൂട്ടിത്തരാം എന്ന് പറഞ്ഞ് വിളിക്കുന്ന ഫോൺ കോളുകളെ വിശ്വസിക്കാമോ? ഉത്തരാഖണ്ഡിലെ രുദ്രപ്രയാഗിൽ ഒരാൾക്ക് ഇത്തരം ഒരു ഫോൺ കോൾ വഴി നഷ്ടപ്പെട്ടത് 2,30,000 രൂപയാണ്. വെറും ഒരു ഫോൺ കോളിലൂടെ എങ്ങനെയാണ് ഇത്രയും വലിയ തുക ഒരാളുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്നതെന്ന് നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ ക്രെഡിറ്റ് ലിമിറ്റ് ഫ്രോഡ്? നിങ്ങളുടെ ക്രെഡിറ്റ് കാർഡിൽ ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ പണം ചിലവാക്കാൻ സൗകര്യം ചെയ്തു തരാമെന്ന് വിശ്വസിപ്പിച്ച് തട്ടിപ്പുകാർ നടത്തുന്ന ഡിജിറ്റൽ ചതിയാണിത്. സാധാരണയായി ബാങ്ക് ഉദ്യോഗസ്ഥർ എന്ന വ്യാജേനയാണ് ഇവർ വിളിക്കുന്നത്. ഫോൺ കോളുകൾക്ക് പുറമെ SMS, വാട്സപ്പ്, ഇമെയിൽ എന്നിവ വഴിയും ഇവർ നിങ്ങളെ സമീപിക്കാം. യാതൊരു രേഖകളും വേണ്ടെന്നും ഉടൻ തന്നെ ലിമിറ്റ് കൂടുമെന്നും ഇവർ വാഗ്ദാനം ചെയ്യുന്നു. നിങ്ങളെ വിളിക്കുന്നത് തട്ടിപ്പുകാരനാണോ എന്ന് എങ്ങനെ തിരിച്ചറിയാം? ഇതിന് പ്രധാനമായും 6 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. 1. നിങ്ങൾ ആവശ്യപ്പെടാതെ തന്നെ ലിമിറ്റ് കൂട്ടിത്തരാം എന്ന ഓഫറുമായി ഇവർ വരും. 2. തീരുമാനമെടുക്കാൻ നിങ്ങളെ വല്ലാതെ നിർബന്ധിക്കും. ഇപ്പോൾ തന്നെ ചെയ്തില്ലെങ്കിൽ ഓഫർ നഷ്ടപ്പെടുമെന്ന് പറഞ്ഞ് നിങ്ങളെ പേടിപ്പിക്കും. 3. ബാങ്ക് ഉദ്യോഗസ്ഥർ ഒരിക്കലും ചോദിക്കാത്ത OTP, CVV നമ്പർ അല്ലെങ്കിൽ കാർഡ് നമ്പർ എന്നിവ ഇവർ ചോദിക്കും. 4. ഇവരുടെ വാട്സപ്പ് പ്രൊഫൈലിൽ ബാങ്കിന്റെ ലോഗോ ഉണ്ടായിരിക്കും. 5. ട്രൂ കോളറിൽ ബാങ്കിന്റെ പേര് കാണിക്കുന്ന രീതിയിൽ ഇവർ ടെക്നോളജി ഉപയോഗിക്കും. 6. നിങ്ങളെ വിശ്വസിപ്പിക്കാനായി നിങ്ങളുടെ പേരും അഡ്രസ്സും പോലുള്ള ചില അടിസ്ഥാന വിവരങ്ങൾ ഇവർ ആദ്യമേ പറയും. ലിമിറ്റ് കൂട്ടാൻ ശരിയായ വഴി എന്താണ്? ബാങ്കുകൾ ഒരിക്കലും ഫോണിലൂടെ OTP ചോദിച്ച് ലിമിറ്റ് കൂട്ടി നൽകില്ല. നിങ്ങൾക്ക് ലിമിറ്റ് കൂട്ടണമെന്നുണ്ടെങ്കിൽ ബാങ്കിന്റെ ഔദ്യോഗിക ആപ്പ് വഴിയോ നെറ്റ് ബാങ്കിംഗ് വഴിയോ മാത്രം അപേക്ഷിക്കുക. അല്ലെങ്കിൽ ബാങ്കിന്റെ ശാഖയിൽ നേരിട്ട് പോവുക. ബാങ്കിൽ നിന്ന് അർഹമായ ഓഫർ ഉണ്ടെങ്കിൽ അത് നിങ്ങളുടെ ആപ്പിൽ പ്രീ അപ്രൂവ്ഡ് ആയി കാണിക്കും. അവിടെയും OTP മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടി വരുന്നില്ല. ഒരു തട്ടിപ്പ് നടന്നാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? പണം നഷ്ടപ്പെട്ടാൽ ഒട്ടും വൈകാതെ 1930 എന്ന നാഷണൽ സൈബർ ക്രൈം ഹെൽപ്പ് ലൈൻ നമ്പറിൽ വിളിക്കുക. കൂടാതെ www.cybercrime.government.in എന്ന വെബ്സൈറ്റിൽ പരാതി രജിസ്റ്റർ ചെയ്യുക. ആദ്യത്തെ 2 മണിക്കൂറിനുള്ളിൽ പരാതിപ്പെട്ടാൽ നിങ്ങളുടെ പണം തിരിച്ചു കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇതിനെ നമ്മൾ ഗോൾഡൻ അവർ എന്ന് വിളിക്കുന്നു. റിസർവ് ബാങ്കിന്റെ പുതിയ നിയമപ്രകാരം ഇത്തരം തട്ടിപ്പുകളിൽ പെടുന്നവർക്ക് നിശ്ചിത തുക വരെ പരിഹാരം ലഭിക്കാനുള്ള പുതിയ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിലുണ്ട്. ക്രെഡിറ്റ് കാർഡ് ഉള്ളവർക്ക് ഈ അറിവ് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും അയച്ചു കൊടുക്കുക. കാരണം ഒരു ചെറിയ അശ്രദ്ധ മതി നമ്മുടെ അധ്വാനിച്ച പണം നഷ്ടപ്പെടാൻ. ഈ വീഡിയോ അറിവിലേക്കായി മാത്രമുള്ളതാണ്. ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ബാങ്കിംഗ് ഇടപാടുകൾ നടത്തുമ്പോൾ ബാങ്കിന്റെ ഔദ്യോഗിക നിർദ്ദേശങ്ങൾ പാലിക്കുക. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധരുമായി ചർച്ച ചെയ്യുക.